എല്ലാവർക്കും സാദരം നമസ്കാരം. ഭാരതീയ കാലഗണന പ്രകാരം പുതുവർഷ ആരംഭമാണ് വർഷപ്പൊലിവത. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം സംഘസ്ഥാപകനായ പൂജനീയ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ ഡോക്ടർജിയുടെ ജന്മദിനവുമാണ് വർഷപ്പൊലിവത. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ശ്രീ പി ആർ സജീവ്. സജീവേടൻ രാഷ്ട്രീയ സ്വയംസേവക സംഘം ദക്ഷിണ കേരള പ്രാന്തത്തിന്റെ സഹബോധി ശിക്ഷണം എന്ന ചുമതല വഹിക്കുന്നു. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി കണ്ടിൽ കടമാഞ്ചിറ ശാഖയിൽ നിന്നും സ്വയംസേവകമായി അദ്ദേഹം ചങ്ങനാശ്ശേരി നോർത്ത് സർവീസ് സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. രാഷ്ട്രനവനിർമ്മാണമാകും ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊരപൂർവഗുരു നിൻ ഓർമ്മമതി ഞങ്ങൾക്കു താങ്ങാൻ. അന്നു മാനവ ജീവിതത്തിൻ മേന്മ ഞങ്ങൾ മറന്നിരുന്നു. കേവലം ക്ഷണികങ്ങളാകും സ്വാർത്ഥ ചിന്തയിലാണ്ടിരുന്നു. കൊച്ചു സുഖങ്ങൾ തേടി പാഞ്ഞലഞ്ഞു നടന്നിരുന്നു. നീയൊരു ജ്വലലക്ഷ്യമാകും ഭദ്രദീപവുമായി വന്നു. എത്ര മാറ്റമിയറ്റി ഞങ്ങളിൽ അങ്ങു നൽകിയ ദർശനങ്ങൾ. ചെമ്പു കാഞ്ചനമാക്കി മാറ്റി ദിവ്യമാം നിൻ സ്പർശനങ്ങൾ. ദൂരെ ദൂരെ വിടർന്നു കണ്ടു ഞങ്ങൾ ജീവിത ചക്രവാളം. അവിടെ ചൈത്ര പതാക നാട്ടാൻ ആയി ഞങ്ങളെ നീ നയിച്ചു. അങ്ങൊരു കടദൗത്യബോധം തന്നു ഞങ്ങളെ വീരരാക്കി. സ്വാർത്ഥ ജീവിതമോഹവലയിൽ നിന്നു ഞങ്ങളെ മുക്തരാക്കി. വ്യക്തിഗതമാം സ്നേഹബന്ധം തത്വപൂജയിലേക്കുയർത്തി. മാഞ്ഞു മാഞ്ഞു സ്വയം ഭവാനൊരു ദീപ്തഭാവനയായി മാറി. ഇല്ലമേലിനി വിശ്രമത്തിൻ അലസവേളകൾ ജീവിതത്തിൽ. ലക്ഷ്യസാധന തൻ ഹവിസായി തീർന്നു തനവും മനവുമെല്ലാം. ഒരു വിചാരമൊരൊറ്റയത്നം കൂട്ടുചേർന്നൊരഖണ്ഡയജ്ഞം.
യജ്ഞവേദിയിൽ നിന്നുമുയരും നാം കൊതിക്കും പൂർണ്ണ വിജയം. രാഷ്ട്രനവനിർമ്മാണമാകും ശ്രേഷ്ഠ ജീവിത ലക്ഷ്യമോടെ ആഗമിച്ചൊര പൂർവഗുരുനിൻ ഓർമ്മമതി ഞങ്ങൾക്കു താങ്ങായി. എല്ലാവർക്കും നമസ്കാരം. മഹത്തായ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും വർഷപ്രതിപദ ദിനത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. വർഷപ്രതിപദ യുഗ ആരംഭമാണ്. കലിയുഗം 5127 വർഷത്തിലൂടെയാണ് നമ്മുടെ സമാജം കടന്നു പോകുന്നത്. മധ്യേഷ്യയിൽ നിന്നും കടന്നു വന്ന ശകന്മാർ ചൈനയെ വിറപ്പിച്ച് റോമിനെ തോൽപ്പിച്ചിട്ടാണ് ഭാരതത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഭാരതത്തിലെ ശാലിവാഹൻ്റെയും വിക്രമാദിത്യൻ്റെയും മാളവ പോലെയുള്ള ഗണരാജ്യങ്ങളുടെയും ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ ശകന്മാരെ നിശേഷം പരാജയപ്പെടുത്തിയ ദിനവും ഒരു വർഷപ്രതിപദയുടെ പുണ്യദിനമായിരുന്നു. സംഘസ്ഥാപകനായ പൂജനീയ ഡോക്ടർ ജി ജനിച്ചതും 1889 ഒരു വർഷപ്രതിപദ ദിനത്തിലാണ്. പൂജനീയ ഡോക്ടർ ജിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരിക്കൽ ഭാഗയ്യാജി പറഞ്ഞത്, ഡോക്ടർ ജിയുടെ ജീവിതം രാമായണം പോലെ ആയിരുന്നു. എത്ര കേട്ടാലും മതി വരാത്ത, അറിയുന്തോറും അറിയാൻ ബാക്കി നിൽക്കുന്ന ഒന്നായിരുന്നു ആ ധന്യജീവിതം. സാധാരണ ഒരു സംഘടന ആരംഭിക്കുന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളും ഇല്ലാതെയായിരുന്നു ഡോക്ടർ ജി സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു സംഘടന ആരംഭിക്കുന്നതിന് മുൻപ് ചെയ്യാറുള്ള പണപ്പിരിവുകൾ നടന്നിരുന്നില്ല. പത്രങ്ങളിലൂടെ പ്രചരണം കൊടുത്തിരുന്നില്ല. പണ്ഡിതന്മാരുമായി ചർച്ച നടത്തിയിരുന്നില്ല. 1925 ഒരു വിജയദശമി നാൾ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. അനേകം മാനങ്ങളുള്ള ആ ധന്യജീവിതത്തെ 3 പ്രധാന ഊന്നലിലായിരുന്നു ഡോക്ടർ ജിയുടെ 50 വർഷത്തെ ആ സമർപ്പിത ജീവിതം. ഒന്ന്, സംഘടിത ഹിന്ദു സമാജം ഈ രാഷ്ട്രത്തിൻ്റെ പ്രാണനാണെന്നുള്ള ഉറച്ച വിശ്വാസം. വ്യക്തി നിർമ്മാണത്തിലൂടെയാണ് രാഷ്ട്രനിർമ്മാണം നടക്കേണ്ടെന്നുള്ള ഉറച്ച ബോധ്യം. ഈ ഭാരതം ഹിന്ദുരാഷ്ട്രമാണെന്നും ഈ നാടിൻ്റെ ദേശീയത ഹിന്ദുത്വമാണെന്നും ഡോക്ടർ ജി ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഭാരതീയ ജീവിത മൂല്യങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളായിരുന്നു സ്വാമി രംഗനാഥൻ ജി. അദ്ദേഹം പറയാറുള്ളത്, ഒരു മൃഗത്തിന് മൃഗമായി ജീവിക്കാൻ മൂല്യങ്ങളൊന്നും വേണ്ട, പക്ഷെ ഒരു മനുഷ്യന് മനുഷ്യനായി നിലനിൽക്കണമെങ്കിൽ മൂല്യങ്ങൾ ഏറ്റവും അനിവാര്യമാണ്. മൂല്യങ്ങളോടുള്ള സമൂഹത്തിൻ്റെ 3 സമീപനത്തെക്കുറിച്ച് അദ്ദേഹം പറയാറുള്ളത്, ചിലർക്ക് മൂല്യങ്ങളുടെ വില അറിയാം, പക്ഷേ അത് ജീവിതത്തിൽ പാലിക്കാൻ കഴിയില്ല. മോഷണം തെറ്റാണെന്നറിയാം, എന്നാലും മോഷണം പോലെയുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെടും. മാനത്തിൻ്റെ വില അറിയാം, എന്നാലും ജീവിത സാഹചര്യം കൊണ്ട് മാനം വിറ്റ് ജീവിക്കേണ്ടി വരും. ഇവർ പശ്ചാത്തപിക്കും, തിരുത്താൻ ശ്രമിക്കും, പക്ഷേ അറിയാതെ വീണ്ടും അതിലേക്ക് വഴുതി വീഴും. ഇങ്ങനെയുള്ളവരെ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ടും നിയമങ്ങൾ കൊണ്ടും സ്നേഹം കൊണ്ട് സമ്പർക്കം കൊണ്ട് തിരുത്തിയെടുക്കാം. രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ മൂല്യങ്ങളേ ഇല്ല എന്ന് പ്രഖ്യാപിക്കും. അഗ്നിസാക്ഷിയായി കെട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞിട്ടവർ ഇത് അടിമത്തത്തിൻ്റെ ചങ്ങലയാണെന്ന് പറയും. പരസ്യമായി ചുംബന സമരങ്ങൾ സംഘടിപ്പിക്കും. മഹത്തായ ദർശനങ്ങളുടെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ഉയർത്തിക്കാട്ടിയവർ അതിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കും. ഇവരാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിനെയും ദേശീയതയ്ക്കും ഭീഷണിയെന്നാണ് പറയുന്നത്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അത് മൂല്യങ്ങളുടെ വില മനസ്സിലാക്കി ജീവിതത്തിൽ അത് പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവർ. കഴിഞ്ഞ 100 വർഷമായി സംഘം ചെയ്തു വരുന്ന പ്രവർത്തനം ഇതാണ്. ടെങ്കിടിജി പറയാറുള്ളത്, ഇത് രാഷ്ട്രനിർമ്മാണ പ്രവർത്തനമെന്നാണ്. കലിയുഗത്തിൽ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും ലളിതമായ മാധ്യമം സംഘടനയാണ്. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് സംഘേ ശക്തി കലയുകയെന്ന്. ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് സംഘം ശരണം ഗച്ഛാമി.
ഗുരുദേവനും സംഘടന കൊണ്ട് ശക്തമാകാൻ പറഞ്ഞിരിക്കുന്നു. ഹിന്ദു സമാജത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സമാജത്തെ പരിവർത്തനത്തിലേക്ക് നയിച്ചവരെല്ലാവരും സംഘടനയായിരുന്നു ഒരു മാധ്യമമായി സ്വീകരിച്ചത്. അയ്യ വൈകുണ്ഠസ്വാമി സമത്വ സമാജത്തിലൂടെയും ഗുരുദേവൻ SNDPയിലൂടെയും മഹാത്മാ അയ്യൻകാളി സ്വാധുജന പരിപാലന സംഘത്തിലൂടെയും ശ്രീ മന്നത്തു പത്മനാഭൻ NSSലൂടെയും ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘത്തിലൂടെയും പണ്ഡിറ്റ് കറുപ്പൻ വംശവർദ്ധിനി സഭ പോലെയുള്ള അല്ലെങ്കിൽ കല്യാണിദായിനി സഭ പോലെയുള്ള സംഘടനയിലൂടെയാണ് സമാജ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. ഈ മഹാത്മാക്കളെല്ലാം സ്വപ്ന സാക്ഷാത്കാരമാണ് ഡോക്ടർ ജി ആരംഭിച്ച സംഘം ചെയ്തു വരുന്ന പ്രവർത്തനം. സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ഗുരുദേവൻ്റെ സമദർശിത്വമുണ്ട്, മഹാത്മാ അയ്യൻകാളിയുടെ കർമ്മധീരതയുണ്ട്, ശ്രീ മന്നത്തു പത്മനാഭൻ്റെ സംഘാടകത്വമുണ്ട്, ചട്ടമ്പിസ്വാമിയുടെ ജ്ഞാനശക്തിയുണ്ട്. എല്ലാ ആചാര്യന്മാരുടെ സ്വപ്ന സാക്ഷാത്കാരമായ സംഘടന എന്ന ഹിന്ദു സമാജത്തിൻ്റെ ആ ഊന്നലിലായിരുന്നു ഡോക്ടർ ജി തൻ്റെ അവസാന നിമിഷം വരെ പ്രവർത്തിച്ചത്. സംഘം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായിരുന്നു. റഷ്യൻ വിപ്ലവത്തിന് ശേഷം ലെനിൻ നടത്തിയ പ്രസംഗം ലോകത്തിലെ മുഴുവൻ യുവാക്കളെ ആവേശം കൊള്ളിച്ച് ഒരു രാത്രി കൊണ്ടാണ് ചില രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് വഴുതി വീണത്. ഭാരതത്തിലെ പല വിപ്ലവകാരികളും ജയിലിനുള്ളിൽ വെച്ച് ലെനിൻ്റെയും മാർസിൻ്റെയും പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇൻക്വിലാബ് വിളിച്ചിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കമ്മ്യൂണിസമാണെന്ന് കരുതിയ കാലം ത്രികാലജ്ഞാനിയായ ഋഷിയെപ്പോലെ കമ്മ്യൂണിസത്തിൻ്റെയും ഓളവും ബഹളത്തിൻ്റെയൊക്കെ അല്പായുസ് തിരിച്ചറിഞ്ഞ ഡോക്ടർ ജി രാഷ്ട്ര നിർമ്മാണത്തിന് വേറിട്ടൊരു വഴിയാണ് സ്വീകരിച്ചത്. തനി ഭാരതീയമായിട്ടുള്ള നരനെ നാരായണനാക്കി ഉയർത്താൻ കഴിയുന്ന ഭാരതത്തിൻ്റെ ആ സംസ്കരണ പദ്ധതിയിൽ, മനുഷ്യനിർമ്മാണ പദ്ധതിയിൽ തന്നെയായിരുന്നു ഡോക്ടർ ജി ഉറച്ചു നിന്നത്. മാന്യ ഹരിയേട്ടൻ പറയാറുണ്ട്, 2 തരത്തിലുള്ള ഇരുട്ടുണ്ട്. ഒന്ന് കണ്ണിന് കാണാവുന്ന ഇരുട്ട്, അത് നമുക്ക് വിളക്ക് കൊളുത്തിയും ബൾബ് കത്തിച്ചുമൊക്കെ മാറ്റാം ആ ഇരുട്ട്. മറ്റൊന്ന് കണ്ണിന് കാണാൻ കഴിയാത്ത ഉള്ളിലിരിക്കുന്ന പകയുടെയും വെറുപ്പിൻ്റെയും സ്വാർത്ഥതയുടെയും ഇരുട്ട്. ഈ ഇരുട്ടാണ് മഹായുദ്ധങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും വ്യക്തിയിൽ ചൂഴ്ന്നു നിൽക്കുന്ന ഇരുട്ടാണ് സർവ്വ പ്രശ്നങ്ങൾക്കും കാരണമെന്നായിരുന്നു ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട്. ഈ ഇരുട്ട് നീക്കാനുള്ള വഴികളായിരുന്നു ഭാരതം തൻ്റെ ദർശനങ്ങളിലൂടെ മുന്നോട്ട് വെച്ചത്. വിനോബാചാര്യ ഭഗവത്ഗീത വ്യാഖ്യാനിക്കുമ്പോൾ പറയാറുണ്ട്, ഓളങ്ങളുള്ള കുളത്തിൽ ഒന്നും കാണാൻ സാധ്യമല്ല. ഓളങ്ങൾ നിലച്ചാൽ ആ കുളത്തിൻ്റെ നടുക്ക് കിടക്കുന്ന നാണയത്തൊട്ട് പോലും കാണാൻ കഴിയും. പകയുടെയും വെറുപ്പിൻ്റെയും സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും അധികാരമോഹത്തിൻ്റെയും ഒക്കെ ഈ ഇരുട്ട്, ഈ ഓളങ്ങൾ അത് നിശ്ചലമാക്കി കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ദർശനങ്ങൾ പിറന്നത്. ബുദ്ധൻ തൻ്റെ ദർശനത്തിലൂടെ അഷ്ടാംഗ മാർഗം മുന്നോട്ട് വെച്ചത് ഇതിനുള്ള വഴിയായിരുന്നു. ബാദരായണനും ശങ്കരാചാര്യരും വേദാന്തത്തിലൂടെ സാധനാ ചതുഷ്ടയങ്ങൾ മുന്നോട്ട് വെച്ചതും, മഹാനായ പതഞ്ജലി യോഗദർശനം ചിത്തശുദ്ധിക്ക് വേണ്ടി, മനസ്സിൻ്റെ ശുദ്ധതയ്ക്ക് വേണ്ടി അഷ്ടാംഗ യോഗം മുന്നോട്ട് വെച്ചതും, മഹാവീരൻ ജൈനദർശനത്തിലൂടെ പഞ്ചമഹാവ്രതങ്ങൾ മുന്നോട്ട് വെച്ചതും ഈ വ്യക്തിയുടെ ഉള്ളിലെ ഇരുട്ട് മാറ്റി ഈശ്വരാംശത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. എല്ലാ ദർശനങ്ങളെയും സാംശീകരിച്ചാണ് ഡോക്ടർ ജി പ്രാർത്ഥനയിൽ പഞ്ചമഹാഗുണങ്ങൾ, ലോകത്തിന് ജയിക്കാൻ കഴിയാത്ത ശക്തി, ലോകം തലകുനിക്കുന്ന താണുവണങ്ങുന്ന നല്ല ശീലം, കല്ലും മുള്ളും നിറഞ്ഞ മാർഗം സുഖവുമാക്കാനുള്ള വിവേകപൂർണമായ അറിവ്, ശ്രുതം, ആത്മീയവും ഭൗതികമായ ഉന്നതിക്ക് വേണ്ട വീരവ്രതം, വഴി തെറ്റാതെ വഴി പിഴയ്ക്കാതെ ഹൃദയത്തിൽ എപ്പോഴും ഉണർന്നിരിക്കേണ്ട ആദർശനിഷ്ഠ, ഈ പഞ്ചമഹാഗുണങ്ങൾ സൃഷ്ടിക്കുന്ന ഇടമാണ് 1 മണിക്കൂർ ശാഖ എന്ന് പറയുന്നത്. ഈ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്ന ഈ സംസ്കരണ പദ്ധതി ഭാരതത്തിലെ എല്ലാ ദർശനങ്ങളുടെയും തുടർച്ച തന്നെയാണ്.
എല്ലാ ഭേദഭാവനകളും ഒരു ഭേദഭാവനയില്ലാത്ത സംഘടിത സമാജത്തെ രൂപപ്പെടുത്താനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ശാഖ എന്നുള്ളത്. അവസാന നിമിഷം വരെ ഡോക്ടർ ജി അതിൽ ഉറച്ചു നിന്നാണ് പ്രവർത്തിച്ചത്. ഈ ഭാരതം ഹിന്ദുരാഷ്ട്രമാണെന്നും ഈ നാടിൻ്റെ ദേശീയത ഹിന്ദുത്വമാണെന്നും ഡോക്ടർ ജി ഉറക്കെ പ്രഖ്യാപിച്ച് മഹർഷി അരവിന്ദൻ ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞ് ഈ ഹിന്ദുരാഷ്ട്രം പിറന്നത് സനാതനധർമ്മത്തോടു കൂടിയാണ്. അതിലൂടെ അത് വളരുന്നു, അതിലൂടെ അത് ചലിക്കുന്നു. സനാതനധർമ്മം നശിക്കുക സാധ്യമാണെങ്കിൽ ഈ രാഷ്ട്രവും നശിക്കും. സനാതനധർമ്മം തന്നെയായിരുന്നു നാടിൻ്റെ ദേശീയത. വിവേകാനന്ദൻ നാടിൻ്റെ സ്വത്വമെന്നും ഗുരുജി രാഷ്ട്ര ആത്മാവെന്നും വിശേഷിപ്പിച്ചത് ഇതിനെയായിരുന്നു. സംഘത്തിൻ്റെ സഹസർക്കാരിയായിരുന്ന സുരേഷ് സോണിജി ഹിന്ദുത്വത്തെക്കുറിച്ച് പറഞ്ഞത്, രാഷ്ട്ര ആത്മാവായ ഹിന്ദുത്വം വൈചാരിക മേഖലയിൽ പ്രകടമാകുമ്പോൾ അതിനെ ഹിന്ദു ദർശനമെന്ന് പറയും. സനാതന മൂല്യങ്ങളിൽ അത് പ്രകടമാകുമ്പോൾ അതിനെ ഹിന്ദു ധർമ്മമെന്ന് പറയും. അനുഷ്ഠാനത്തിലും ജീവിത രീതിയിലും പ്രതിഫലിക്കുമ്പോൾ സംസ്കാരമെന്ന് പറയും. വാസ്തുകലയിലും വേഷഭൂഷാദികളിലും അത് ഉയർന്നു വരുമ്പോൾ അതിനെ ഹിന്ദു നാഗരികതയെന്ന് പറയും. സന്യാസിമാരിൽ ആത്മീയതയായും ധീരവിപ്ലവകാരികളിൽ ദേശീയതയായും ഉയർന്നത്, അലയടിച്ചത് ഈ ഹിന്ദുത്വം തന്നെയാണ്. ഈ ഹിന്ദുത്വത്തിന് വേണ്ടി ഡോക്ടർ ജി പ്രസംഗം നടത്താതെ, പ്രചരണം നടത്താതെ, ഉപരിവിപ്ലവമായ ഉപദേശം കൊടുക്കാതെ മുന്നിൽ നിന്ന് ജീവിച്ച് കാണിക്കുകയായിരുന്നു ഡോക്ടർ ജി. പൂജനീയ ഗുരുജി ഒരിക്കൽ പറഞ്ഞത്, ഒരിക്കൽ പോലും പേരിനും പ്രശസ്തിക്കും നിന്നുകൊടുക്കാത്ത ഡോക്ടർ ജിയുടെ ആ ചേതനയറ്റ മൃതശരീരത്തിൽ മാത്രമാണ് എനിക്കൊരു മാല ചാർത്താൻ പറ്റിയത്. ബാലസ്വയംസേവരോടും തരുണന്മാരോടും പ്രൗഢന്മാരോടും പൂജനീയ ദേവർഷി ഒരിക്കൽ പറഞ്ഞത്, ആദ്യമായി സംഘത്തിൻ്റെ ഒരു ബാലശിബിരം നാഗപ്പൂരിന് വെളിയിൽ നടക്കുമ്പോൾ കോരിച്ചൊരിയുന്ന ആ മഴയത്ത് താൽക്കാലികമായ വ്യവസ്ഥകളെല്ലാം തകർന്ന് ഞങ്ങൾ കുട്ടികൾ നാലുപാടും ഭയപ്പെട്ട് ചെതറിയോടി. ഡോക്ടർ ജി സ്ഥലത്തില്ലായിരുന്നു. ഇതറിഞ്ഞ് നനഞ്ഞു കുളിച്ചാണ് ഡോക്ടർ ജി ഓടി ശിബിരസ്ഥലത്തേക്ക് വന്നത്. ഞങ്ങളുടെ പേരെടുത്ത് ഡോക്ടർ ജി ഞങ്ങളെല്ലാം വിളിച്ച് സുരക്ഷിതമാക്കിയപ്പോൾ ഞങ്ങളുടെ അമ്മ വിളിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഡോക്ടർ ജി ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ഗുരുവും എല്ലാമായിരുന്നു. ഡോക്ടർ ജി ആദ്യത്തെ സ്വയംസേവകനായിരുന്നു, സംഘത്തിൻ്റെ ആദ്യത്തെ മുഖ്യീഷായിരുന്നു, ആദ്യത്തെ പ്രചാരകനും ആദ്യ സർസംഘചാലകുമായിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് യാദവറാവുജിയോട് ഡോക്ടർ ജി പറയുന്നുണ്ട്, സംഘത്തിൻ്റെ ഒരു അധികാരി മരിക്കാൻ ഇടവന്നാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ശവസംസ്കാരമാണ് നടത്തുന്നത്? ഡോക്ടർ ജി ആ അവസ്ഥയെ കിടക്കുമ്പം യാദവറാവുജിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അല്പം മൗനത്തിന് ശേഷം ഡോക്ടർ ജി പറഞ്ഞത്, സംഘത്തിൻ്റെ ഒരു അധികാരി മരിക്കാൻ ഇടവന്നാൽ അതൊരു കുടുംബനാഥൻ മരിക്കുന്ന പോലെ അതേപോലെയുള്ള ശവസംസ്കാരം നടത്തണം. ഒരു സൈനിക ചിട്ടയോ ഒരു പ്രത്യേക രീതികളൊന്നും ആവശ്യമില്ല. മരണത്തിൽ പോലും അതിനുശേഷം സംഘം എങ്ങനെ അയക്കണം, ഏത് രീതി കൈക്കൊള്ളണമെന്ന് ഡോക്ടർ ജി പറഞ്ഞിരുന്നു. പൂജനീയ ഡോക്ടർ ജിയെക്കുറിച്ച് ഗുരുജി ഒരിക്കൽ പറഞ്ഞത്, നമ്മുടെ ഡോക്ടർ ജിയുടെ സംസാരവും പ്രസംഗവും എത്ര ലളിതവും ശുദ്ധവും സാത്വികവുമായിരുന്നു. എന്നാൽ അവയ്ക്ക് പാറ പിളർത്താനുള്ള ശക്തി ഉണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് ഡോക്ടർ ജിയെ സമീപിക്കുന്നവർ ചിരിച്ചുകൊണ്ട് മടങ്ങിപ്പോകുമായിരുന്നു. അദ്ദേഹം ഉപദേശങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. തൻ്റെ മനസാക്ഷിയുടെ മാർഗദർശനം നൽകുക മാത്രമാണ് ചെയ്തത്. ഡോക്ടർ ജി യുവാക്കളോടൊപ്പം ചമ്രം പിടിഞ്ഞിരുന്ന് കളിതമാശകൾ ഏർപ്പെടുന്നത് കാണാമായിരുന്നു. ഈ തമാശകളും പൊട്ടിച്ചിരികളുമെല്ലാം തന്നെയാണ് സംഘസൗധത്തിൻ്റെ അടിത്തറയായത്. ഞാൻ നേതാവ്, മറ്റുള്ളവർ അനുയായികൾ എന്ന ഭാവം ഒരിക്കലും അദ്ദേഹത്തെ സ്പർശിച്ചിരുന്നില്ല. ഡോക്ടർ ജി ആദ്യമായി കാണുമ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു നേതാവായിട്ട് മാത്രമാണ് ഞാൻ കരുതിയത്. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും എന്നിലുണ്ടായിരുന്ന ഞാനെന്നുള്ള ഭാവം, ഞാൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല, ശ്രീരാമകൃഷ്ണ പരമ്പരയിലെ സന്യാസിയാണ് ഞാൻ,
എല്ലാവരും ബഹുമാനപൂർവ്വം ഗുരുജി എന്ന് വിളിക്കുന്നു. ഈ ഒരു ഭാവത്തോടു കൂടിയായിരുന്നു ഞാൻ ഡോക്ടർ ജിയുടെ അരികിൽ ചെന്നത്. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ അഹങ്കാരം മുഴുവൻ ഒലിച്ചിറങ്ങി ആ പാദങ്ങളിൽ ഇല്ലാതായി. ഡോക്ടർ ജിയെ പൂജിക്കുന്നത് അതൊരിക്കലും വ്യക്തിപൂജയല്ല. കാരണം വ്യക്തിപരമായിട്ടൊന്ന് ഡോക്ടർ ജിക്കില്ലായിരുന്നു, എല്ലാം സംഘം തന്നെയായിരുന്നു. ഒരിക്കൽ പോലും ഡോക്ടർ ജിയെ നമ്മൾ കണ്ടിട്ടില്ല, ആ ശബ്ദം കേട്ടിട്ടില്ല. പക്ഷേ ഹൃദയത്തിലെ ഓരോ സ്വയംസേവകൻ്റെ ആദർശത്തിൻ്റെ വിളക്കായിട്ട് ഡോക്ടർ ജി ഇന്നും നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. ഇന്ന് അനുകൂലമായ വളരെയേറെ പരിതസ്ഥിതികളുണ്ട്, പ്രലോഭനങ്ങളുടെ, പേരും പ്രശസ്തിയുടെയും. ഈ ഓളങ്ങളിലും ബഹളങ്ങളിലും ഒന്നും പതറാതെ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്നുള്ള ആ ഉറച്ച കാര്യത്തിൽ നിൽക്കാൻ ഈ വർഷപ്രതിപദ ദിനത്തിൽ ഓരോ സ്വയംസേവകനും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.